സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിളുകളൊന്ന് തുറന്നു കാണിക്കാമോ? ദിവ്യപുസ്തകം, ദിവ്യപുസ്തകം, എവിടെ നിന്ന് വായിച്ചാലും സഹായം ലഭിക്കും. കഷ്ടങ്ങൾ വന്നാലും ദുഃഖമേറിയെന്നാലും ഇടവിടാതെ വായിക്കൂ ദിവ്യപുസ്തകം. എപ്പോഴാണ് വായിക്കേണ്ടത്? കഷ്ടതയുണ്ടാവുകയാണെങ്കിലും സന്തോഷമുണ്ടാവുകയാണെങ്കിലും അനുദിനവും വായിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ഞായറാഴ്ച മാത്രം 5 അധ്യായങ്ങളിലും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 3 അധ്യായങ്ങളും വെച്ച് വായിക്കുകയാണെങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ച് തീർക്കുവാൻ കഴിയും. എങ്ങനെയാണ് വായിക്കേണ്ടത്? ഞായറാഴ്ച നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ ശനിയാഴ്ച വായിക്കുക. അങ്ങനെ നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും ബൈബിൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുക. എത്ര തവണ നിങ്ങളോട് ബൈബിൾ വായിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്, എന്നാൽ ഇതുവരെ 1 തവണ പോലും പൂർത്തിയായിട്ട് വായിച്ചു തീർത്തിട്ടില്ല. കാരണം ക്രമമായി വായിക്കുകയില്ല. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അതുപോലെ മത്തായിയുടെ സുവിശേഷം മുതൽ ഒരു ക്രമത്തിൽ വായിച്ചു പോവുക. അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവിടെ നിന്ന് 2-3 വാക്യങ്ങൾ, ഇവിടെ നിന്ന് 2-3 വാക്യങ്ങൾ, അങ്ങനെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം ക്രമമായിട്ട് വായിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ളതായ ഉത്തരം നിങ്ങൾക്ക് മറ്റൊരു അധ്യായത്തിൽ ലഭിക്കും. അതുകൊണ്ട് ക്രമമായിട്ട് വേദപുസ്തകം വായിക്കുക. ചിലർ കഷ്ടത വരുമ്പോൾ മാത്രമാണ് വായിക്കുന്നത്. ഒരു സഹോദരൻ അങ്ങനെ കർത്താവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നു. യൂദാ ഇസ്കരിയോത്ത് പോയി തൂങ്ങിച്ചത്തു എന്ന വചനമാണ് കിട്ടിയത്. അയ്യോ, എന്താണ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചത്? വീണ്ടും ഒരിക്കൽ കൂടി വാക്യം എടുക്കുകയാണ്. അതുകൊണ്ട് ഈ തവണ എന്നോട് സംസാരിക്കണമേ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുറന്നു നോക്കി. നീയും അങ്ങനെ തന്നെ പോയി ചെയ്യുക എന്ന വാക്യം വന്നു. 3-ാം തവണ കർത്താവ് വീണ്ടും തുറക്കുകയാണെന്ന് പറഞ്ഞിട്ട് വായിച്ചു. അപ്പോൾ എന്താണോ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വേഗത്തിൽ പോയി ചെയ്യുക എന്ന വാക്യം വന്നു. ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് ഒരിക്കലും ബൈബിളിനെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് പറയുവാൻ പാടില്ല. ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്? അപ്പോൾ പറയാണ്, ഞാൻ കുറച്ചേ കുടിക്കുന്നുള്ളൂ എന്ന്. അത് മദ്യപാനം ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, പൗലോസ് തിമോഥെയോസിന് എഴുതിയിട്ടുണ്ടല്ലോ, കുറച്ച് വീഞ്ഞു കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യമെടുത്ത് പറയുകയാണ്, മദ്യപാനി സ്വർഗത്തിൽ കടക്കുകയില്ല, മദ്യപാനിയും വ്യഭിചാരിയും ദാരിദ്ര്യം അനുഭവിക്കും, അതുപോലെ മദ്യം എത്രമാത്രം ദോഷം ചെയ്യരുത്, അത് നോക്കുപോലും ചെയ്യരുത് എന്നാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് വാക്യങ്ങൾ കാണാൻ കഴിയും. മദ്യപാനത്തെക്കുറിച്ച് ബൈബിൾ എന്താണോ പറയുന്നത് അത് നാം വായിക്കണം. ഇന്ന് നാം കനാൻ ദേശത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇസ്രായേൽ ദേശത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇപ്പോഴും അവിടെ ശുദ്ധജലത്തിന് വളരെ വിലയാണുള്ളത്. അവിടെ വെള്ളക്കുപ്പി വാങ്ങുകയാണെങ്കിൽ കൂടുതൽ വില കൊടുക്കണം. അതേസമയത്ത് വീഞ്ഞ് വാങ്ങുകയാണെങ്കിൽ വിലക്കുറവാണ്. വീഞ്ഞെന്ന് പറയുമ്പോൾ പുളിച്ച വീഞ്ഞല്ല, ഫ്രഷ് ജ്യൂസാണ്. എന്താണ്, അവിടെ വെള്ളത്തിന് ക്ഷാമമായിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിന് വില കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ഈ ജ്യൂസാണ് കുടിക്കാറുള്ളത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലഹരി പിടിപ്പിക്കുന്നതായിട്ടുള്ളതായ വൈൻ എന്ന് പറയുന്നതായിട്ടുള്ള ജ്യൂസ് അല്ല. ഇങ്ങനെ ചില ആളുകൾ ആഭരണം ധരിച്ചില്ല, അത്രയുമേ വായിക്കുള്ളൂ, ബാക്കിയുള്ള ലൈൻ വായിക്കുകയില്ല. ആഭരണം ധരിക്കാൻ പാടില്ല, ധരിച്ചാൽ നരകത്തിൽ പോകും. അങ്ങനെ അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കുക, അസൂയപ്പെടുവാൻ പാടില്ല. ഈ വചനമൊന്നും അവർ ഓർക്കുകയില്ല. നീ ആഭരണം ധരിച്ചിരിക്കുന്നുണ്ടോ, ആഭരണം ധരിച്ചിരിക്കുന്നില്ലേ എന്നതല്ല വിഷയം. ഒരുപക്ഷെ നിന്റെ ആഭരണം നിനക്ക് അഹങ്കാരത്തിന് കാരണമായാൽ അതെടുത്ത് കളയുക. അതല്ലാതെ ആഭരണം എടുത്തു മാറ്റിയിട്ട് അഹങ്കാരം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെന്തായിത്തീരും? അതുകൊണ്ടാണ് വചനം അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ചൊക്കെ എടുത്തിട്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ചില വിഷയങ്ങളെ സംബന്ധിച്ച് കൽപ്പനകളുണ്ട്, 10 കൽപ്പനകൾ. അവയെ ആർക്കും തന്നെ മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻസ് കാണുവാൻ കഴിയും. നിന്റെ ഇഷ്ടമാണത്, ദൈവം അതിന് അനുവദിച്ചിരിക്കുന്നു. അതായത് നിന്റെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ നിനക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും. അതാണ് ഉള്ളത്. ഉദാഹരണമായിട്ട്, താടി നീളമുള്ളത് വേണോ, ഫ്രഞ്ച് താടി വയ്ക്കാൻ കഴിയുമോ, മീശ വളർത്തണമോ, അതോ മീശ പൂർണ്ണമായും എടുത്തു മാറ്റണമോ? അതിനെക്കുറിച്ചൊന്നും ബൈബിളിൽ എവിടെയും എഴുതിയിട്ടില്ല. മീശയുള്ള വ്യക്തി നരകത്തിൽ പോകും എന്നൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ മീശ വേറെയാണ്, നിങ്ങളുടെ മുഖത്തിന് വേറെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മീശയേ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈലുണ്ട്, ഹെയർ സ്റ്റൈൽ അങ്ങനെ വെക്കുവാൻ കഴിയും, അല്ലാതെ ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ തല മുട്ടയടിക്കണം എന്നൊന്നും അവിടെ പറയുന്നതേ ഇല്ല. അതുകൊണ്ട് ചില ആളുകളാണെങ്കിൽ അനാവശ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വെറുതെ വിമർശിക്കാറുണ്ട്. ഇവർ പൂർണ്ണമായി ബൈബിൾ വായിക്കാത്തവരാണ്. എങ്ങനെയുള്ളവരാണ്? വാക്യം അവിടുന്നും ഇവിടുന്നും മാത്രം വായിക്കുന്ന ആളുകൾ. ഇവരെക്കുറിച്ചാണ് പറയുന്നത് തിരിച്ചിടാത്തതായ അപ്പം. ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് വേവിക്ക് മറു സൈഡ് തിരിച്ചിടാതെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് മാവ് പച്ചയായിട്ടിരിക്കും. അപ്പോഴത് കഴിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവർ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അത് എല്ലാം പ്രവർത്തിക്കുവാനിടയാകും, എന്നാൽ മറ്റു ചിലത് കണക്കാക്കില്ല. അവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവർ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ജാഗ്രത കാണിച്ചിട്ട് പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ വരുമ്പോൾ ഉപേക്ഷ വിചാരിക്കാറുണ്ട്. അതായത് മുഖ്യമായ കാര്യങ്ങൾ ചെയ്യാതെ അനുസരിക്കാതെ നിസ്സാര കാര്യങ്ങളെ അവർ എടുത്തു കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ അന്ത്യകാലത്തെ ഹൃദയശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാതെ നോക്കുമ്പോൾ മാനസാന്തരം, രക്ഷ എന്ന പടികളുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെടുവാനിടയായി, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കാത്തിരുന്ന് അവന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഭാരമുണ്ട്, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ട്, കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആ ഓട്ടക്കളത്തിൽ ഓടുകയാണ് എന്നുള്ളതായ ഒരു വലിയൊരു ചിട്ടയുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഈ കാലത്ത് ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ പാപത്തെ ഏറ്റു പറഞ്ഞില്ല, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം, മുൻപോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതെങ്ങനെയാണ് നടക്കുന്നത്? ചിലപ്പോൾ എനിക്ക് ഒരുപാട് വരങ്ങൾ നൽകിയിട്ടുണ്ട്, ദൈവം എനിക്ക് ഒരുപാട് കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, വരമെന്ന് പറയുമ്പോൾ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആരോ നമുക്ക് ദാനമായി നൽകിയതാണ്, അവർക്ക് ദാനമായി കിട്ടിയതല്ല. ഗിഫ്റ്റ് എന്നത് നമുക്ക് വെറുതെ കിട്ടിയതാണ്. എന്നാൽ അത് തന്ന വ്യക്തിക്ക് അതിന് വില അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫലമെന്ന് പറയുമ്പോൾ നീ ഫലം കായ്ക്കണം, നിന്നിൽ നിന്ന് വരേണ്ടതാണ്. ദൈവം എനിക്ക് ഗിഫ്റ്റ് നൽകിയെന്ന് പറഞ്ഞാൽ നീ വലിപ്പം കാണിച്ചാൽ നിന്റെ മഹത്വമല്ല, തന്ന വ്യക്തിയുടെ മഹത്വമാണ്. എന്താണ് നിന്റെ മഹത്വം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നിന്റെ ഉള്ളത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും, ഈ 9 സ്വഭാവങ്ങൾ കാണുവാനിടയാകണം. അതാണ് ഞാൻ ഭക്തിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുവാനിടയാകണം, സന്തോഷം കാണുവാനിടയാകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ ഒരു പയ്യൻ വന്ന് ഞാൻ ചോദിച്ചു, എന്താണ് മകനെ പേര്? അപ്പോൾ പറഞ്ഞ സന്തോഷ്. ഞാൻ ചോദിച്ചു, സന്തോഷം എന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് സന്തോഷമില്ലല്ലോ. അവൻ ചിരിച്ചു. പിന്നെ എപ്പോൾ നോക്കിയാലും അവൻ്റെ മുഖത്തൊരു സന്തോഷം കാണുവാൻ കഴിഞ്ഞു. ഈ സന്തോഷം ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം. എത്ര കഷ്ടതയും ബുദ്ധിമുട്ടും ഉണ്ടായാലും ക്രിസ്തു നൽകുന്ന സന്തോഷം നമ്മിൽ ഉണ്ടായിരിക്കണം, ദീർഘക്ഷമ നമ്മിൽ ഉണ്ടായിരിക്കണം. ഇവയൊന്നും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളല്ല, ദൈവദാസന്മാർ നൽകുന്നതല്ല, അത് നിന്നിൽ നിന്ന് വരുന്നതാണ്. നീ സാവധാനം വചനം വായിക്കുന്നതായ സമയത്ത്, അതായത് ഒരു ചെടി എങ്ങനെയാണോ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചെറിയ ചെടി അത് വളർന്ന് വളർന്ന് വലിയൊരു വൃക്ഷമായിട്ട് മാറി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അതുപോലെ തന്നെ നീയും വചനത്തിൽ കൂടി നിന്റെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകണം, ആത്മാവിൻ്റെ ഫലം കാണപ്പെടണം. ഇതിനുവേണ്ടി നാം എന്താണ് ചെയ്യുന്നത്? വേദപുസ്തകം ധ്യാനിക്കണം, അതുപോലെ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. ബില്ലി സണ്ടി എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠ ദൈവദാസനുണ്ടായിരുന്നു. യൗവനപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്, ദൈവത്തിൻ്റെ വേല ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം സ്നാനപ്പെട്ടിട്ട് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയ സമയത്ത് ആ ആലയത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരു വ്യക്തി, പ്രായമുള്ളതായ ഒരു വ്യക്തി ഈ പയ്യൻ്റെ തോളിൽ കൈയിട്ടിട്ട്, സ്നാനപ്പെട്ടോ മകനെ, വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്, എന്നിട്ട് ഈ 3 വിഷയങ്ങൾ നീ ഒരിക്കലും മറന്നു പോകരുത്, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആത്മീയ ജീവിതത്തിൽ നീ വീണു പോകത്തില്ല, മുൻപോട്ട് പോകാനിടയാകും എന്ന് പറയുവാനിടയായി. എന്തൊക്കെയാണ് 3 വിഷയങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. എന്താണ്? എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ 15 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചിട്ട് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ദിവസവും 15 മിനിറ്റ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സംസാരിക്കുക. അപ്പോൾ നിന്റെ ആത്മീയ ജീവിതം നേരെ തന്നെ പോകും. എന്താണ് പറഞ്ഞത്? പറയുക. 15 മിനിറ്റ് ബൈബിൾ വായിച്ച് ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 15 മിനിറ്റ്
ആരോടെങ്കിലും യേശുവിനെക്കുറിച്ച് സംസാരിക്കണം. ചെയ്യുമോ? ചെയ്യാൻ കഴിയുമോ? സമയമില്ലേ? സമയമില്ല കേട്ടോ. കഴിക്കാൻ സമയമുണ്ടോ? 60 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി 20 വർഷം ഉറങ്ങുകയാണെന്നാണ് പറയുന്നത്. അതായത് 8 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിയെക്കുറിച്ചാണ്. അതിൽ കൂടുതലുള്ളവരുടെ കാര്യം പറയണ്ട. 60 വർഷത്തിൽ 20 വർഷവും ഉറക്കത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പോകുന്നത്. എന്താണ്? ഒരു വ്യക്തി ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് കണക്കുകൂട്ടി അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, ഡെയിലി 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്ത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ വിശ്രമത്തിന് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ആയുസ്സിൽ ഒരു 1.5 വർഷം മാത്രമാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ദൈവം നൽകിയത്? പ്രധാനമന്ത്രിക്ക് എത്ര മണിക്കൂറാണ്? പ്രൈം മിനിസ്റ്ററിന് എത്ര മണിക്കൂറാണ് കൊടുത്തത്? 24 മണിക്കൂറാണ്. അതിലെന്താണ് സംശയം? റോഡിൽ കൂടി ഭിക്ഷയാചിക്കുന്ന വ്യക്തിക്ക് എത്ര മണിക്കൂർ കൊടുത്തു? 24 മണിക്കൂറാണ്. പഠിക്കുന്നവന്, പഠിക്കാത്തവന്, പാവപ്പെട്ടവന്, പണക്കാരന് എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. എന്നാൽ അത് ഏതു രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതനുസരിച്ചാണ് ഓരോ വ്യക്തിയും വളരുന്നത്. ചിലർ വൻ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു, ചിലർ ജീവിതത്തിൽ ഒന്നും തന്നെ സാധിക്കാതെ വൃഥാവാക്കുന്നു. നാം ചിന്തിക്കുമ്പോൾ 24 മണിക്കൂറിൻ്റെ ദശാംശം എത്രയാണ്? 2 മണിക്കൂർ 40 മിനിറ്റ് യഥാർത്ഥത്തിൽ നീ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൂട്ടി എത്ര കിട്ടിയിട്ടുണ്ട്? 15ഉം 15ഉം 15ഉമാണ്. എത്രയാണ് പറയുക? 45 മിനിറ്റ്. അതുപോലും കൊടുക്കാൻ കഴിയില്ലേ? നിങ്ങൾ ദശാംശം കൊടുക്കുമ്പോൾ സമയത്തിൻ്റെ ദശാംശവും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനോ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുവാനോ നിങ്ങൾക്ക് സമയം ലഭിക്കുകയില്ല. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. ഞാൻ വീട്ടിലേക്ക് കടന്നുപോയാലും ഈ കാര്യം മാത്രം മറന്നു പോകരുത്. എന്താണ്? 15 മിനിറ്റ് പ്രാർത്ഥിക്കണം, 15 മിനിറ്റോളം വചനധ്യാനം, പിന്നൊരു 15 മിനിറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് ഫോൺ ചെയ്തോ നേരിട്ടോ എങ്ങനെയാണോ പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ വലിയ പ്രസംഗമൊന്നും പറയേണ്ട കാര്യമില്ല. യേശുക്രിസ്തു വലിയ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ സൗഖ്യമാക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ അനേകം ആളുകൾ കേൾക്കുവാനിടയാകും. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് തടിയായിരുന്നു, പൊണ്ണത്തടിയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പൊണ്ണത്തടിയുള്ള ആളുകളെ മറ്റുള്ളവർ എത്രമാത്രം കളിയാക്കും. അദ്ദേഹം വളരെ ദുസ്സഹമായ രീതിയിലാണ് ജീവിച്ച് വരാനിടയായത്. അവൻ ഒറ്റയ്ക്ക് പോയി ഏതെങ്കിലും പാർക്കിൽ പോയി മിണ്ടാതെ ഇരിക്കുമായിരുന്നു. വീട്ടിൽ വരുമ്പോൾ അവൻ്റെ അമ്മയും അവനെ നിന്ദിക്കും, തീറ്റിപ്പോത്തായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവൻ്റെ പിതാവും അവനെ കാണുമ്പോൾ കളിയാക്കാൻ ഇടയാകാറുണ്ട്. അങ്ങനെ ഒരുപാട് നിന്ന് അനുഭവിച്ചാണ് വന്നത്. നമുക്കറിയാം, അമിതവണ്ണം എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് അത് ജന്മനാ വരുന്നതാണ്. ചില ആളുകൾക്ക് അത് അമിത ഭക്ഷണം മൂലവും ഉണ്ടാകാറുള്ളതാണ്. ഇങ്ങനെ ഇവനെ എല്ലാവരും കളിയാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരുപാട് സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് ആ പാർക്കിൽ തന്നെ പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ദൈവമക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇവനെ കാണുകയും അവനോട് ചെന്നിട്ട് സുവിശേഷം പറയാൻ വേണ്ടി ആഗ്രഹിച്ച് മുൻപോട്ട് ചെല്ലുന്ന സമയത്ത് ഇവരെ കണ്ടിട്ട് ഇവൻ മുൻപോട്ട് മാറി പോവുകയാണ്. ഇവരടുത്ത് ചെന്നപ്പോൾ ബെഞ്ചിൻ്റെ അവിടെ പോയി ഇരിക്കാനിടയായി. ഇവരടുത്ത് ചെന്നപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി മുൻപോട്ട് പോയിരുന്നു. അങ്ങനെ അവർ വീണ്ടും ഇവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വീണ്ടും മുൻപോട്ട് മാറിയെന്നു. വീണ്ടും ഇവരും അങ്ങനെ മുൻപോട്ട് ചേർന്നിരുന്നു. അവസാനം ഇവനിങ്ങനെ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇവർ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നത്? എന്നെ നിന്ദിക്കുവാൻ വേണ്ടിയാണോ, കളിയാക്കാനാണോ, ഉപദ്രവിക്കാനാണോ? അങ്ങനെ ചിന്തിച്ചപ്പോൾ അവർ ചോദിച്ചു, സുഖമാണോ എന്ന്. ആ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദുഃഖത്തോടെ ഇരിക്കുന്നത് നീ? എന്തുകൊണ്ടാണ് നീ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് ഒരുപാട് വണ്ണമാണല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നിനക്ക് വണ്ണമാണെന്നോ? എല്ലാ വ്യക്തികളും എന്നെ നോക്കി തടിയ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്, നിന്ദിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നെ ആരും തന്നെ സ്നേഹിക്കുന്നില്ല. അതെയോ? നിനക്കറിയാമോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മേധസ്സെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു. മേധസ്സെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന റെഫറൻസ് എടുത്ത് കാണിച്ചിട്ട്, മേധസ് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയുണ്ടായി. അങ്ങനെ ആ ദിവസം മുതൽ അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അന്യ ആളുകൾ എന്തെല്ലാം അവനെ കളിയാക്കിയാലും നിന്ദിച്ചാലും അതൊന്നും തന്നെ വകവയ്ക്കാതെ മുൻപോട്ട് പോകുവാനും കഴിഞ്ഞു. നോക്കുക, ഈ കാലത്ത് ദൈവദാസന്മാർ കടന്നു വന്ന് വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് ആത്മാക്കളെ രക്ഷിച്ചെടുക്കണമെന്ന എത്ര ആഗ്രഹമുണ്ടെങ്കിലും, എത്ര സഭകളുണ്ടായാലും ദൈവദാസന്മാരുണ്ടായാലും
ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ വേല വളരെ കൂടുതലും അതുപോലെ തന്നെ ദൈവദാസന്മാർ കുറഞ്ഞുമിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏരിയയിൽ തന്നെ ഒരുപാട് ദൈവദാസന്മാരെ കാണാൻ കഴിയും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭകളും കാണാൻ കഴിയും. എന്നാൽ ചില പ്രദേശങ്ങളിൽ അവിടെ ഒന്നും തന്നെ ദൈവസഭകളോ ദൈവത്തിൻ്റെ ദാസന്മാരെ കാണുവാൻ കഴിയുകയില്ല. നാം നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളോട് ദൈവദാസന്മാർക്ക് സുവിശേഷം പറയുവാൻ കഴിയില്ല. അപ്പോൾ ആരാണ് ചെയ്യേണ്ടത്? നിങ്ങളാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യണം. മറ്റു വ്യക്തികളോട് സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, ആത്മാക്കളെ നേടണം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്തിരിക്കുന്ന വ്യക്തിയോട് സുവിശേഷം പറയാൻ കഴിയും. ഞാനും അനേക തവണ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത് ഒരു ദിവസം ബസ് ഒരു സ്റ്റോപ്പിൽ നിന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്ന സിനിമ പോസ്റ്റർ നോക്കിയിട്ട് പറയുകയാണ്, ഈ സിനിമ വളരെ ഹിറ്റായതാണല്ലോ, വളരെ സൂപ്പർ ഹിറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ കാണാറില്ല എന്ന്. സിനിമ കാണത്തില്ലേ? അതെന്താണ് സിനിമ കാണാത്തത്? സിനിമ കണ്ടില്ല പിന്നെ എന്താണ് ജീവിതത്തിലുള്ളത്? എന്നെ യേശു കർത്താവ് മാറ്റിയെടുത്തതാണ്. ഒരു കാലത്ത് ഞാൻ സിനിമ ആക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നതായ വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ സിനിമ കാണില്ല. സിനിമ ആക്ടറാകാനുള്ള മോഹം ഉപേക്ഷിച്ചു. യേശു ക്രിസ്തു എന്നെ മാറ്റിയത് കൊണ്ട് ഞാൻ 43 വർഷമായിട്ട് സിനിമ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമ കാണുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ വലിയ ആനന്ദം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ളതായ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ നാം വായിക്കുകയാണെങ്കിൽ ഇതിൽ എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം കഥകൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതെല്ലാം വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, അത് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് മനോഹരവും അത് അത്ഭുതകരമായിട്ട് മാറാനിടയാകും. ആ കാര്യം അവിടെ നിൽക്കട്ടെ. അനേകം ആളുകൾ അങ്ങനെ കഥകൾ നിർമ്മിച്ചെടുത്ത് അതിൽ ഡാൻസ് ചെയ്തിട്ട് അതിനതുപോലെ തന്നെ മറ്റ് സിനിമാ നടന്മാരെ കൊണ്ടുവന്നിട്ട് അതിൽ അഭിനയിപ്പിച്ച് ജീസസ് എന്ന പേരിൽ സിനിമ നിർമ്മിച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിൽ വരുന്നത് ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ അഭിനയിച്ചതായ ആ നടൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ചോദിക്കുകയാണെങ്കിൽ ആ കാലത്ത് ഇറങ്ങിയതായ ഒരു സിനിമയിലെ അത് നടനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും ഓർമ്മ ഉണ്ടായിരുന്നത്. ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം ആർക്കും അത് വേഷം കെട്ടി കാണിക്കുവാനായിട്ട് കഴിയില്ല. ഒരു വേള എൻ്റെ ആശ ഇതാണ്, യേശുക്രിസ്തുവിനെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമ എടുക്കണമെങ്കിൽ അവൻ്റെ നിഴലും അവൻ്റെ കരവും അവൻ്റെ ശബ്ദവും മാത്രമേ കാണിക്കുവാൻ പാടുള്ളൂ. അവൻ്റെ രൂപം മുഴുവനും കാണിക്കുവാൻ കഴിയുകയില്ല, കാരണം ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെയുള്ള രൂപങ്ങളുണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് ആരാധിക്കുവാൻ പാടില്ല. ഒരു വിഗ്രഹത്തെ നാം സേവിക്കുവാനോ ആരാധിക്കുവാനോ പാടില്ല എന്ന് പറയുന്നു. ബൈബിൾ വായിക്കുക. ബോറടിക്കുന്നുണ്ടോ? ബൈബിൾ വായിക്കൂ. വേദനയുണ്ടോ? ബൈബിൾ വായിക്കൂ. ദുഃഖമാണോ? ബൈബിൾ വായിക്കൂ. നിരാശയാണോ? ബൈബിൾ വായിക്കുക. ഭാരത്തോടെ ആയിരിക്കുന്നുവോ? ബൈബിൾ വായിക്കുക. സന്തോഷത്തോടെ ആയിരിക്കുന്നുവോ? ബൈബിൾ വായിക്കുക. കുറെ പണം കിട്ടി എന്ത് ചെയ്യണമെന്നറിയില്ലേ? സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക, പ്ലാസയിലേക്ക് പോകുക, ബൈബിൾ വായിക്കുക. പണത്തിനെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുക. എന്തിനാണ് നിനക്ക് പണം തന്നതെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിന്നോട് പറയുവാനിടയാകും. എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചതാണ്. 43 വർഷമായിട്ട് കർത്താവിനോട് ചോദിക്കാതെ ഒരടി പോലും ഞാൻ മുൻപോട്ട് പോവുകയില്ല. കർത്താവിന് മഹത്വം കൊടുക്കുന്നതായ കാര്യത്തിലല്ലാതെ ലോകത്തിൽ പണം സമ്പാദിക്കുന്ന വിഷയമാകട്ടെ, സുഖസൗകര്യങ്ങൾ സമ്പാദിക്കുന്ന വിഷയമാകട്ടെ, ഒരു കാര്യത്തിലും ഞാൻ ഒരു തീരുമാനവും എടുക്കുവാൻ പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ സംതൃപ്തിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചിരുന്നതായി എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു ലക്ഷ്യം നൽകുകയും എന്നെ ഇപ്പോൾ അനേകം ലക്ഷങ്ങൾക്ക് അനുഗ്രഹമാക്കും വണ്ണം എന്നെ മാറ്റിയെടുത്തു. ഞാൻ ജീവിതത്തിൽ തകർന്നു പോകേണ്ടതായിട്ട് വന്നില്ല. എൻ്റെ ദൈവം എന്നെ ഉയർത്താനിടയായി. എന്നെ പടിപടിയായിട്ട് അവൻ ഉയർത്തി. പെട്ടെന്ന് ചെയ്തതല്ല. ഈ കാലത്ത് ദൈവദാസന്മാർ പെട്ടെന്നാണ് എഴുന്നേറ്റ് വരുന്നത്. അന്നുവരെ എവിടെയുണ്ടെന്ന് അറിയത്തില്ല, ക്ലക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. കേൾക്കുന്നവരെല്ലാം പറയും, അയ്യോ ആ ദൈവദാസൻ്റെ പ്രസംഗം നോക്കുക, എന്തോ പുതിയ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. മറ്റു പാസ്റ്റർമാർ പറയുന്ന പോലെയല്ല, പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ ഉപദേശങ്ങൾ, പിശാചാണ് പുതിയ ഉപദേശങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു ചർച്ചിൽ ഒരു പാസ്റ്ററിനെ ആവശ്യമായി വന്നു. അപ്പോൾ പരസ്യപ്പെടുത്തുവാനിടയായി. അതറിഞ്ഞിട്ട് 4 പയ്യന്മാർ വരുവാനിടയായി. മൂപ്പന്മാർ എല്ലാവരും ഇരുന്നിട്ട് ആ 4 പേരെയും ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിച്ച്. ഒരുപാട് പണമൊക്കെ അവർക്കുണ്ട്, എന്നാലും ദൈവദാസനോ അല്ലെങ്കിൽ ദൈവവേലയ്ക്കോ ഒന്നും കൊടുക്കുകയില്ല. ചില സഭകളിലാണ് അവർ സഭയിൽ നിന്ന് TV പ്രോഗ്രാമിനൊന്നും പണം ചിലവാക്കില്ല. ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന രീതിയിലാണ്. പണം ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. എന്തിനു വേണ്ടി ആ പണം കൂട്ടിവെക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അതിനൊരു മറുപടി പറയാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ സഭയെ
സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ആ മാസത്തിന് ആവശ്യമായ പണം മാത്രമായിരിക്കും ഞങ്ങളുടെ കയ്യിലുള്ളത്. എപ്പോഴും ബാക്കിയുള്ളതെല്ലാം നിൽ അക്കൗണ്ട് മാത്രമായിരിക്കും. ചിലവ് കൂടുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ആയാലും 10 പ്രോഗ്രാം ആണെങ്കിലും അത് ചെയ്യുന്നതനുസരിച്ച് തന്നെ ചിലവുകൾ കൂടെങ്കിലും അതനുസരിച്ച് തന്നെ വരുമാനം കൂടുന്നു. എന്നാൽ ബാക്കി മാത്രം ഒന്നും തന്നെ കാണുകയില്ല. സമൃദ്ധി ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ദൈവദാസൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരാളെ പാസ്റ്റായിട്ട് നിയമിച്ചു. 150 രൂപയാണ് ശമ്പളം. ആ കാലത്താണ് 150 രൂപ. ഇന്നാണെങ്കിൽ ഒരു പക്ഷേ 10,000 രൂപയായിരിക്കും ചോദിക്കുന്നത്. ശരി, ഒരു പ്രസംഗം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ആരംഭിച്ചു. ആദിയിൽ അബ്രഹാമും സാറായും ഉണ്ടായിരുന്നു. അവർക്ക് 2 മക്കൾ, കയീനും ഹാബേലും. ഹാബേൽ കയീനെ കൊല്ലാനിടയായി. അതിനുശേഷം ഹാബേൽ വലിയൊരു ധനവാനായിട്ട് മാറുവാനിടയായി. പിന്നീട് അവൻ രാജാവായിട്ട് മാറി ദാവീദ് രാജാവായിട്ട് മാറാനിടയായി. ഒരു ദിവസം ദാവീദ് കുതിരപ്പുറത്ത് പോയിക്കൊണ്ട് ഇരിക്കുന്നതായ സമയത്ത് തലമുടി അവിടെ മരത്തിൽ കുരുങ്ങി. അങ്ങനെ ആടിയാടി സ്വർഗത്തിലേക്ക് പോകുവാനിടയായി. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഇപ്പോൾ നിർത്തിയാണ് പറയുന്നത്. അവനാണെങ്കിൽ നിർത്തിയൊന്നുമല്ല, ഒരു ആലോചനയും ഒരു ചിന്തയുമില്ലാതെ ഡബ 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 എന്ന് സ്പീഡിൽ പറയുകയാണ്. അത് കേട്ട് ദേവദാസന്മാർ പറയാണ്, നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇതുപോലെയുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. എത്ര അഗാധമായ വിഷയങ്ങളാണ് പറയുന്നത്. നീ തന്നെയാണ് ഞങ്ങളുടെ പാസ്റ്റർ 150 രൂപ ശമ്പളവും തരാം. പിന്നെ ആ സഭയുടെ കാര്യം എന്തായിത്തീരും പറയുക. എന്താണ് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരാൾ പറയണം, യേശുവിൻ്റെ അമ്മ മറിയ എത്ര നല്ല സ്ത്രീയാണെന്നറിയാമോ? യേശുക്രിസ്തു മുതിർന്ന വ്യക്തിയായിട്ട് പോലും യേശുക്രിസ്തുവിന്റെ കാല് തലമുടി കൊണ്ടാണ്, തൂവാല കൊണ്ടാണ് തുടയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളുടെ കാലുകൾ തൂവാല കൊണ്ട് തുടയ്ക്കരുതെന്ന് പറയുന്നു. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മറിയമാർ ഒരുപാട് പേരുണ്ട് ബൈബിളിൽ നോക്കുമ്പോൾ. യേശുവിൻ്റെ അമ്മ മറിയയുണ്ട്, മഗ്ദലക്കാരത്തി മറിയയുണ്ട്, അതുപോലെ തന്നെ മാർത്തയുടെ സഹോദരി മറിയയുണ്ട്. അങ്ങനെ ആ കാലത്ത് ഒരു കോമൺ നെയിമാണ് മറിയ എന്നുള്ളത്. എന്നാൽ വേദപുസ്തകം വായിക്കില്ല എങ്കിൽ വ്യക്തമായിട്ടൊരു ജ്ഞാനം ലഭിക്കാതെ എല്ലാവരും ഒന്നായിട്ട് തന്നെ കാണാനിടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കുക. അപ്പോൾ നിങ്ങളെ ആരും വഞ്ചിക്കുവാനിടയാകില്ല. പൗലോസും ശീലാസും പ്രസംഗങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഭ, അവർ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാതെ വീട്ടിൽ ചെന്ന് വേദപുസ്തകം നോക്കി പരിശോധിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുക. വിശ്വാസികളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കറിയാം, കൊച്ചുകുട്ടികൾ ജനിച്ചാൽ ഉടൻ തന്നെ കരയുന്നു. എന്തിനു വേണ്ടിയാണ്? നല്ലൊരു മാല വാങ്ങിച്ചു താമേ, നല്ലൊരു പഞ്ചാബി ഡ്രസ്സ് എനിക്ക് നല്ലവണ്ണം തയ്പ്പിച്ച് തരണമമ്മേ, അല്ലെങ്കിൽ എനിക്കൊരു പട്ടുപാവാട തയ്പ്പിച്ച് തരണം എന്നൊന്നും പറഞ്ഞല്ല. പാലിനു വേണ്ടിയാണ് കരയുന്നത്. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴുള്ള ഡോക്ട്രിൻസ്, തത്വശാസ്ത്രം ഒന്നും ആവശ്യമില്ല. അവർക്ക് വചനമാകുന്ന പാലാണ് ആവശ്യമായിരിക്കുന്നത്. വചനമാകുന്ന പാൽ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്നത് പോലെ അവർ ആത്മീയമായിട്ട് വളരും. അപ്പോൾ യഥാർത്ഥമായത് ഏതാണ്, സത്യം ഏതാണെന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ആരും ശരിയല്ല. ഞാൻ ചോദിച്ചു, നീ ശരിയാണോ എന്ന്. എന്താണ്? നീ ശരിയായിരിക്കുക. എന്നിട്ട് വേണം, സഭക്കാരെ നോക്ക്, എന്നെ നോക്കി പഠിക്കുക എന്ന് ജീവിച്ച് കാണിക്കണം. ദേവദാസ, അങ്ങ് കള്ളം പറയുന്നുണ്ട്, ഞാൻ കള്ളം പറയില്ല എന്ന് പറഞ്ഞ് ജീവിച്ച് കാണിക്കുക. എന്താണ്? നിന്റെ വിശ്വാസത്തിൽ കൂടി നിന്റെ ദൈവദാസനെ മാറ്റുക, നിന്റെ സഭക്കാരെ മാറ്റുക, അവരുടെ ജീവിതങ്ങൾ മാറ്റിയെടുക്കുക. അല്ലാതെ സഭയല്ല മാറേണ്ടത്. ഈ കാലത്ത് ഇത് വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഒരു നാട്ടിൽ തന്നെ 10-15 സഭകളാണുള്ളത്. ഇവിടെ ഒരു സഭ, അതിനപ്പുറത്ത് മറ്റൊരു സഭ. എന്നാൽ ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ കാലത്ത് അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. കർത്താവ് എന്താണ് പറഞ്ഞത്? സർവ്വലോകത്തിലേക്കും ചെന്നിട്ട് നിങ്ങൾ സുവിശേഷം അറിയിക്കുക. മത്സ്യത്തെ പിടിക്കുന്നതായ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്ന് പറയുമ്പോൾ, ആത്മാക്കളെ രക്ഷിക്കേണ്ടത് നാം എവിടെ ചെന്നിട്ടാണ് ആത്മാക്കളെ രക്ഷിച്ചെടുക്കേണ്ടത്? മത്സ്യം പിടിക്കുന്ന വ്യക്തി സമുദ്രത്തിൽ ചെന്നിട്ടാണ് മത്സ്യം പിടിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി സമുദ്രത്തിൽ ചെന്നിട്ട് മത്സ്യം പിടിച്ച് സമുദ്രതീരത്തിരുന്ന് അദ്ദേഹത്തിന് കുട്ടയിൽ നിക്ഷേപിക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് കുട്ടയിൽ നിന്നുള്ള മത്സ്യത്തെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്താണ്? സഭയെ ഛിന്നഭിന്നമാക്കുന്നവർ ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, 4% മാത്രമേ ഇന്ന് ക്രിസ്ത്യാനികളായിട്ട് മാറിയിട്ടുള്ളൂ. ബാക്കി 96% രക്ഷിക്കപ്പെടാത്തതായ ആളുകളാണ്. നിങ്ങൾ അവിടേക്ക് ചെന്നിട്ട് അനേകം ആളുകളെ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ രാജ്യം അങ്ങനെ വിസ്തരിക്കട്ടെ. അല്ലാതെ പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത്. എൻ്റെ ജോലി സഭകളെ ഉണർത്തുക എന്നുള്ളതാണ്. എൻ്റെ ചെറിയൊരു സഭയുണ്ട്. മദ്രാസിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതായ ഒരു സഭയുണ്ട്. ഞാൻ നേടിയെടുത്തതായ ആത്മാക്കൾ, എനിക്ക് അതുമാത്രം മതി.
ആ സഭയിലെ എല്ലാവരും തന്നെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. സഭയ്ക്ക് സപ്പോർട്ടായിരിക്കുന്നു. അവരുടെ മക്കളും അവരുടെ തലമുറയെല്ലാം തന്നെ കൂടി ഒരുമിച്ച് വന്ന് സ്നേഹിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ദൈവാലയത്തിലേക്ക് പോവുക, കർത്താവിനെ സ്തുതിക്കുക. എല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ ആലയത്തിൽ പോകണം. ജീവിതത്തിൻ്റെ സത്യത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവചിത തലകളെ വണക്കം, പ്രാർത്ഥിക്കാം. ഇത് വളരെ ശ്രേഷ്ഠകരമായ സമയമാണ്. കർത്താവ് നമ്മളെ ദർശിക്കുന്ന സമയമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നീ എഴുന്നേറ്റ് സന്തോഷിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഉല്ലാസഘോഷത്തോടെ മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ അവൻ ചെയ്യുവാനിടയാകും. നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുകയാണ് എങ്കിൽ നിങ്ങളെ ആരാണ് തടസ്സപ്പെടുത്തുന്നത്? ഒരു കാലത്ത് കർത്താവിന് വേണ്ടി നന്നായിട്ട് ഓടുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് നീ നിൽക്കുകയാണ്. ഏതു തടസ്സമാണ് നിന്നിൽ വന്നത്? ഏത് പാപമാണ് നിന്നെ തടസ്സപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് ബലഹീനമായത്? നീ പ്രാർത്ഥന ഉപേക്ഷിച്ചുവോ? വചനധ്യാനം ഉപേക്ഷിച്ചുവോ? ആലയത്തിൽ പോകുന്നത് ഉപേക്ഷിച്ചുവോ? ഇന്നു തന്നെ ഒരു തീരുമാനമെടുക്കുക. വർഷത്തിൽ 52 ഞായറാഴ്ചകളുണ്ട്. ഞാൻ തീർച്ചയായും എല്ലാ ആഴ്ചകളിലും ആരാധിക്കാൻ പോകും. ദൈവമക്കളോട് ചേർന്നുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും. അനുദിനവും ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയാകും. ഞാൻ വീണ സമയത്ത് ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാനിടയായി. ഞാൻ പാപത്തിൽ വീണുകിടന്ന സമയത്ത് ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാനിടയായി. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനം എടുക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. നിന്നിൽ ആശ്രയിച്ച പത്രോസും യോഹന്നാനും നിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതുപോലെ ഇന്നും നീ സൗഖ്യം അനേകർക്ക് കൊടുക്കുമാറാകണമേ. നിന്റെ മക്കൾക്ക് നീ എല്ലാവിധമായ വിടുതലുകളും കൊടുക്കണമേ. വൈകുന്നേരമാകുമ്പോഴേക്കും മദ്യപിച്ച് മധോന്മത്തനായി കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും സമാധാനം കെടുത്തുന്ന, അതുപോലെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ മദ്യപാനികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അറിവില്ലാതെ കടം വരുത്തി വെച്ചിട്ട് കടഭാരം തീർക്കുവാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കടത്തിന്റെ കെണികളിൽ അകപ്പെട്ടു പോയിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ കർത്താവേ. അവരുടെ അധ്വാനത്തെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവത്തോടൊപ്പം നടന്നതായ ഹാനോക്കിനെ പോലെയാകുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ആ സന്തോഷവും ആ രക്ഷയുടെ ആനന്ദവും ആ സംതൃപ്തിയും ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും ഉള്ളവരായിട്ട് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടുകൂടി, ഉറപ്പോടുകൂടി എല്ലാ വ്യക്തികൾക്കും മുൻപോട്ട് പോകുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ അയക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.